പോളിംഗ് ശതമാനത്തിൽ താരതമ്യേന കുറവുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് കൊല്ലം. 2019 സ്ഥിതിയുമായി നോക്കിയാൽ പോളിംഗ് കുറയുമെന്നാണ് ആദ്യ സൂചനകൾ. അതാരെ തുണയ്ക്കും? അതെ, നമുക്ക് നോക്കാം. കൊല്ലത്ത് നിന്ന് അരുൺ രാജ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട്. അരുൺ, കൊല്ലത്ത് നിന്നുള്ള ഒരു ഇന്നത്തെ മത്സര ചിത്രം, ഇന്നത്തെ പോളിംഗ് ചിത്രം എന്താണ്? പോളിംഗ് ശതമാനം എത്രയുണ്ട്? കഴിഞ്ഞ വർഷത്തേക്കാൾ പോളിംഗ് കൂടിയിട്ടുണ്ടോ കൊല്ലത്ത്? വേണു ഗോപികൃഷ്ണൻ, നിലവിൽ ലഭിക്കുന്ന കണക്കുകൾ അനുസരിച്ചാണെങ്കിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 4% ഈ പോളിംഗ് ശതമാനത്തിൽ കുറവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ അത് ഒരു കണക്കായി ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. പലയിടങ്ങളിലും ഇപ്പോഴും ഈ വോട്ടർമാരുടെ നീണ്ട നിര തന്നെയാണ് ബൂത്തുകൾ കാണാൻ കഴിയുന്നത്. സ്വാഭാവികമായും ഇതിന്റെ കണക്കുകൾ കൂടി പുറത്തേക്ക് വരുമ്പോൾ അത് കഴിഞ്ഞ തവണത്തെ അതിനോട് തന്നെ അനുബന്ധിച്ചെത്തും എന്നുള്ളതാണ് നിലവിൽ ഇത് തെരഞ്ഞെടുപ്പ് വിഭാഗം പറയുന്നത്. എന്തായാലും ആ കണക്കുകൾ പിന്നീട് മാത്രമേ വ്യക്തമാവുകയുള്ളൂ. മറ്റൊന്ന്, ഈ പോളിംഗ് രീതിയാണ്. അത് കിഴക്കൻ മേഖലയിലും തീരദേശ മേഖലയിലും ശക്തമായ പോളിംഗ് ആണ് നടന്നിരിക്കുന്നത്. കിഴക്കൻ മേഖല എന്ന് പറയുമ്പോൾ പുനലൂര്, കടയ്ക്കൽ അടക്കമുള്ള മേഖലയിൽ അത് ഏതൊരു തരത്തിൽ ആ വോട്ട് സ്പ്ലിറ്റായി പോയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഇപ്പോഴും പാർട്ടികൾക്കിടയിൽ പോലും ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. കനത്ത പോളിംഗ് കിഴക്കൻ മേഖലയിൽ രാവിലെ മുതൽ ഈ നിമിഷം വരെയും ഇപ്പോഴും തുടരുകയാണ്. മറ്റൊന്ന് തീരദേശ മേഖലയിലാണ്. തീരദേശ മേഖലയിൽ ജനം കാത്തുനിന്ന് വോട്ടുന്ന സ്ഥിതിയാണുള്ളത്. ഉച്ചയ്ക്ക് മാത്രമാണ് അല്പം മന്ദഗതി ഉണ്ടായത്. ഈ വോട്ടുകൾ എവിടേക്ക് പോകുന്നു എന്നുള്ളതിനെയാണ് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്. ഈ രണ്ട് മേഖലയിലുമാണ് CPM അതുപോലെ തന്നെ കോൺഗ്രസും, അത് UDF ആയാലും LDF ആയാലും വളരെ ശക്തിയായി അവർ പ്രചരണങ്ങൾ നടത്തിയത്. കാരണം പ്രേമചന്ദ്രനെതിരെ ന്യൂനപക്ഷ വോട്ടുകൾക്ക് ഇടയിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കുക എന്നതായിരുന്നു ഇടതുപക്ഷം മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ തന്ത്രം. ആ രാഷ്ട്രീയ തന്ത്രം വിജയം കണ്ടോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടിയിരിക്കുന്നത്. ഏതായാലും നിലവിൽ ഈ രണ്ട് രീതിയിലുള്ള ഈ കിഴക്കൻ മേഖലയിലെയും തീരദേശ മേഖലയിലെയും വോട്ടിങ്ങിലുണ്ടായ ഈ മാറ്റം അത് തങ്ങൾക്ക് അനുകൂലമാണെന്നാണ് ഇരു മുന്നണികളും ഈ ഘട്ടത്തിൽ തന്നെ പ്രാഥമികമായി അവകാശപ്പെടുന്നത്. എന്തായാലും കൂട്ടലും കിഴിക്കലുമെല്ലാം ഇനി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഏത് രീതിയിൽ വരും എന്നുള്ളത് വരും മണിക്കൂറുകൾ മാത്രമേ അത് കൂടുതൽ മത്സര ചിത്രം എന്തായിരുന്നു എന്ന് വ്യക്തമാവുകയുള്ളൂ. കൊല്ലത്ത് നിന്നുള്ള പോളിംഗിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ അരുൺ രാജ് നൽകി.